ഇന്ന് ഞങ്ങളൊക്കെ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത്. ആ ചുമതല ഏറ്റെടുക്കുമ്പോൾ നിശ്ചയമായും UDF സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യബോധം ഒന്നാമതായി ഉള്ളത് ബഹുമാന്യനായ ആദരണീയനായ ശ്രീ AK ആന്റണി പറഞ്ഞതുപോലെ ഒന്നാമത്തെ കാര്യം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ്. രണ്ടാമത്തേത് 26-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തതിൽ അപ്പുറത്തേക്ക് കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരും, അല്ലെങ്കിൽ UDF കടന്നു വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. UDF ആണ് കടന്നു വരുന്നത്. അക്കാര്യത്തിൽ ഞങ്ങളെ ഒന്നും സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവുമില്ല. അതിനാവശ്യമായ ഓരോ പ്രവർത്തനങ്ങളും നിറവേറ്റുവാനുള്ള നടപടികളുമായി ഈ വരുന്ന ദിവസങ്ങൾ അക്ഷീണം പ്രവർത്തിക്കും എന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വലിയ ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നെട്ടോട്ടങ്ങളും ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും അനുഗ്രഹവും നിങ്ങളുടെ പ്രവർത്തനവും പ്രാർത്ഥനകളും ഉണ്ടാകണം. നിങ്ങളുടെ പ്രവർത്തനം എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് തരാൻ കഴിയുന്ന പല ഉപദേശങ്ങളുണ്ടാകും. ആ ഉപദേശങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. അത് UDF ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും ഏറ്റവും മുൻപന്തിയിൽ അതിന് ഒന്നാം മുൻഗണന കൊടുക്കുന്നത് എന്ന് അറിയിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഓരോ സ്ഥലത്തും ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എത്തിച്ചേരണം. നമ്മുടെ KPCCയുടെ പ്രസിഡൻറ്റ് വന്ന് ചുമതല ഏറ്റെടുക്കണം. അത്തരം കാര്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് ആലോചിച്ചുകൊണ്ട് കേരളത്തിൽ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഓടാൻ ഉള്ള തീരുമാനം ഞങ്ങൾ എടുക്കുക മാത്രമല്ല, ആദരണീയനായ ശ്രീ AK ആന്റണി സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിരവധി സോഷ്യൽ ഗ്രൂപ്പുകളുണ്ട്. ആ സോഷ്യൽ ഗ്രൂപ്പുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമുള്ളത് എന്ന് ഞാനും കാണുകയാണ്. ആ സോഷ്യൽ ഗ്രൂപ്പുമായി നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് അവരുടെ സഹായങ്ങളും അവരുടെയൊക്കെ ആവശ്യങ്ങൾ, ചെറിയ ചെറിയ ആവശ്യങ്ങൾ തീർച്ചയായും ഉണ്ടാകും. അതൊക്കെ കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കുവാനും ഈ UDF സംവിധാനം എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം പറയുന്നു.